UDF എംപിമാർ കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിദാരിദ്ര്യമുക്ത കേരളത്തെ അപമാനിക്കാൻ ശ്രമിച്ച എംപിമാർ UDFിലുണ്ട്. അത് തെളിയിക്കാനുള്ള ഏത് സംവാദത്തിനും തയ്യാറാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തീർച്ചയായും സ്ഥലവും സമയവും നിശ്ചയിച്ചാൽ മതി. കേരളത്തിലെ എംപിമാരുടെ പ്രവർത്തനത്തെപ്പറ്റി അറിയില്ലേ അദ്ദേഹത്തിന്? നമ്മുടെ കേരളത്തിലെ എംപിമാർ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ഈ പത്രസമ്മേളനങ്ങൾ ഇത്തവണ ആരംഭിച്ചപ്പോൾ എറണാകുളത്ത് വെച്ചാണെന്ന് തോന്നുന്നു, ഞാൻ ഇത്തവണ നമ്മുടെ എംപിമാർ പഴയ ലോക്സഭയിലെ മനോഭാവത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ് എന്നൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് UDF എംപിമാർക്ക് ഞാൻ നൽകിയിരുന്നു. അതിനിടയാക്കിയത് കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ചില കാര്യങ്ങളിൽ ഒന്നിച്ചു നിന്ന് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ കണ്ടതുകൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭയിൽ UDF എംപിമാർ സ്വീകരിച്ച നില തീർത്തും കേരള വിരുദ്ധമായ സമീപനമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് നന്നായി എന്ന് പറഞ്ഞത്. പക്ഷേ പാർലമെൻറ്റിൽ ഈ ഘട്ടത്തിലൊരു ചോദ്യം വരികയുണ്ടായി. ചോദ്യം ഇങ്ങനെയായിരുന്നു: കേരളം അതിദാരിദ്ര്യമുക്തമായി നവംബർ 1-ാം തീയതി പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ അറിഞ്ഞിരുന്നോ? അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആ ചോദ്യം ഇങ്ങനെയാണ്: കേരള സർക്കാർ അങ്ങനെ പ്രഖ്യാപിച്ചത് വഴി അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകൾ റദ്ദാക്കാനോ തുടരാതിരിക്കാനോ ഉള്ള സാധ്യതയുണ്ടോ? അപ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം? നമ്മൾ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ AY കാർഡുകൾ റദ്ദാക്കി കിട്ടുമോ? ഇതാണ് ഈ ചോദ്യത്തിന് പിന്നിലുള്ള കുബുദ്ധി. ഒരു പ്രചരണം ആ ഘട്ടത്തിൽ തന്നെ ഒരാവശ്യവുമില്ലാതെ ഇവിടെ ചിലരഴിച്ചുവിടാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം എന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അതിന് പിന്തുണ കൊടുക്കുന്ന അത്തരമൊരു നിലപാടാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്തുണ കൊടുക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന നില UDF എംപിമാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ എത്രമാത്രം കേരള വിരുദ്ധതയാണ് ഇവരുടെ മനസ്സിലുള്ളത് എന്നതാണ് നമ്മൾ കാണേണ്ടത്. മേഘ മാധവൻ ചേരുകയാണ് വിവരങ്ങളുമായി. മേഘ, കേരളത്തിലെ എംപിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ചൊരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്നായിരുന്നു KC വേണുഗോപാലിന്റെ ചോദ്യം. ഇതാ മുഖ്യമന്ത്രിയുടെ മറുപടി എത്തിയിരിക്കുകയാണ്. സ്ഥലവും സമയവും തീരുമാനിച്ചോളാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇനി മറുപടി നൽകേണ്ടത് KC വേണുഗോപാലും UDFുമാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? അക്ഷയ്, LDF പ്രചാരണത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോട് ജില്ലയിൽ എത്തിയത്. 11 മണിക്ക് നടന്ന മീറ്റ് ദ പ്രസിൽ കൃത്യമായ മറുപടി, എല്ലാ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് കഴിഞ്ഞ ദിവസമാണ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ MPമാരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ, സംവാദത്തിന് തയ്യാറുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കൃത്യമായി തന്നെ സമയവും സ്ഥലവും പറഞ്ഞാൽ മതി എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ
മറുപടി. അതിന് നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം മുൻപോട്ട് വെക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് 2 എംപിമാരെ, അതായത് കൊല്ലത്ത് നിന്നുള്ള ഒരു എംപിയും കോഴിക്കോട് നിന്നുള്ള ഒരു എംപിയും കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിൽ മറുപടി പറഞ്ഞത്. അതിദാരിദ്ര്യമുക്തമാക്കി കേരളത്തെ പ്രഖ്യാപിച്ചിരുന്നു നവംബർ 1-ന്. അത് വലിയ നേട്ടമായിരുന്നു LDF സർക്കാരിനെ സംബന്ധിച്ച്. ആ ചോദ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു ചോദ്യം ഉയർന്നു വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് AAY റേഷൻ കാർഡുകൾ റദ്ദാക്കപ്പെടുമോ എന്നൊരു ചോദ്യം ഒരു MP ചോദിക്കുന്നു. എപ്പോഴും, അതായത് കേന്ദ്രം തന്നെ കേരളത്തെ എല്ലാ രീതിയിലും തകർക്കാനുള്ള നിലപാടാണ് എടുത്തിരുന്നത്. അതിനൊപ്പം ഇതുകൂടിയുണ്ട്, അതായത് ഇത്തരത്തിൽ റേഷൻ കാർഡുകൾ റദ്ദാക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട് എന്ന് ഒരു MP ഇത്തരത്തിൽ പാർലമെന്റിനെ അറിയിക്കുന്നു. ആ നിലപാടാണ് ഒരു MPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇത്തരത്തിൽ കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കേരളത്തെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കുന്ന നിലപാടാണ് MPമാർ സ്വീകരിക്കുന്നത് എന്ന് കൂടി മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. നേരത്തെ പല സമയങ്ങളിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് MPമാർക്ക് നൽകിയിരുന്നു, എന്നാൽ അത് ഉൾപ്പെടെ താൻ തിരിച്ചെടുക്കുന്നു എന്ന് കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കേരളം വലിയ തരത്തിൽ അഭിമാനമായി കൊണ്ടുവച്ചതാണ് ഇത്തരത്തിൽ അതിദാരിദ്ര്യം മുക്തമാക്കി മാറ്റി എന്ന പ്രഖ്യാപനം. അതിനൊപ്പം ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കേരളത്തെ വലിയ തരത്തിൽ ദ്രോഹിക്കാമെന്ന മാനസിക നിലയാണ് ഇപ്പോൾ ഈ MPമാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. ഏതായാലും എല്ലാ തരത്തിലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ജനങ്ങൾക്ക് മുൻപിൽ KC വേണുഗോപാൽ മറുപടി പറയണം എന്നുകൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ കഴിയും എന്നതിന് കേന്ദ്രം നൽകുന്നതിനൊപ്പം തന്നെ അതിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് MPമാർ കൂടി സംസാരിച്ചു എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ജമാഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ജമാഅത്തിനെ ഒരു കാരണവശാലും വെള്ളപൂശാൻ സാധിക്കുകയില്ല. അന്നും ഇന്നും CPIM ജമാഅത്തിനോട് നിലപാട് സ്വീകരിച്ചിരുന്നു. അതായത് കൃത്യമായ മത തീവ്രവാദം എന്ന് തന്നെയാണ് ജമാഅത്ത് മുൻപോട്ട് വെക്കുന്നത്. അതിൽ ഒരു തരി പോലും നിലപാടിൽ CPIM മാറിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ജമാഅത്തിനെ തങ്കക്കുടങ്ങളായാണ് ലീഗും UDFും കാണുന്നത് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. ശുദ്ധമായ മതവാദ നിലപാടാണ് ജമാഅത്ത് സ്വീകരിക്കുന്നത്. അതൊരു ആഗോള സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്തിനോട് ഒരു തരത്തിലും അനുകൂലമായ നിലപാട് CPIM ഇതുവരെ സ്വീകരിച്ചിട്ടില്ല, ഇനിയും സ്വീകരിക്കില്ല എന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നു. എല്ലാ കാര്യങ്ങൾക്കും, അതായത് കൃത്യമായി തന്നെ 4 വോട്ടിന് വേണ്ടി തങ്ങളുടെ നിലപാട് മാറ്റുകയാണ് UDF ചെയ്യുന്നത് എന്ന് കൂടിയാണ് പറയുന്നത്. ഒരു തരത്തിലും മത തീവ്രവാദം എന്ന നിലപാടിൽ നിന്ന് ജമാഅത്ത് ഒരടി മുന്നോട്ട് പോയിട്ടില്ല. എന്നാൽ കോൺഗ്രസ് നിലപാട് മാറ്റി 4 വോട്ടിന് വേണ്ടി തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കുന്ന നിലപാട് കൂടിയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറഞ്ഞാണ് മുഖ്യമന്ത്രി മടങ്ങിയിരിക്കുന്നത്. അക്ഷയ്.